ഹലോ, നിശാ ശലഭനല്ലേ? അതെ അതെ, പറയണ സാറേ. ഇത് ലാബിൽ നിന്ന് വിളിക്കുവാണേ. പറഞ്ഞോ. ഐ എം സോറി, നേരത്തെ നിങ്ങളുടെ റിസൾട്ട് ഒന്ന് മാറിപ്പോയായിരുന്നു. ഇവിടെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അല്ല, നിങ്ങളുടെ റിസൾട്ട് ഒന്ന് മാറിപ്പോയി. റിസൾട്ട് മാറിപ്പോയോ? നിശാകാന്തിന്റെ റിസൾട്ട് ആയിരുന്നു. ഇവിടുന്ന് വിളിച്ച് പറഞ്ഞതേ നിശാ ശലഭൻ ആയിപ്പോയി. സോറി കേട്ടോ. അപ്പൊ എന്റെ റിസൾട്ട് അല്ലായിരുന്നു അത്? നിങ്ങളുടെ റിസൾട്ട് അല്ല. അല്ല, അപ്പൊ ഞാൻ മരിക്കത്തില്ലേ? ഇല്ല, മരിക്കത്തില്ല. എന്താ, മരിക്കാൻ ധൃതിയുണ്ടോ? അല്ല, മരിക്കാൻ ധൃതിയൊന്നുമില്ല. ഇല്ല, മരിക്കത്തില്ല. കുഴപ്പമൊന്നുമില്ല സാറേ, ഒരു കുരുവില്ല. അപ്പൊ നിങ്ങൾ പിന്നെ പറഞ്ഞോ, എന്തെങ്കിലും കുഴപ്പമുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളിത് പൂട്ടുമെന്ന്. പൂട്ടി ഷട്ടറിന്റെ വെളിയിൽ നിന്നായി വിളിച്ചു പറയുന്നത്. അപ്പൊ എനിക്ക് കുഴപ്പമില്ല. ഒരു കുഴപ്പമില്ല. ഹലോ, ഹണിമൂൺ ദുബായി പോണ്ട, അവിടെ യുദ്ധം നടന്നോണ്ടിരിക്കും. ഈ സന്തോഷം എനിക്ക് വിളിച്ചു പറയാൻ വേണ്ടി ഞാൻ എന്റെ ഭാര്യക്ക് ഒരു ഉമ്മ കൊടുത്തോട്ടെ. ഞാൻ കൊടുത്തേക്കാം. നീ കൊടുക്കാൻ ഞാൻ മാറാ പുല്ലേ. എന്റെ പെണ്ണും പിള്ളേരത്തോടെ ഞാൻ സമ്മതിക്കില്ല. മാറിക്കണം അങ്ങോട്ട്. പിന്നെ അല്ല, ഇത്ര നാളെ എന്റെ അടുത്ത് നീ അവളെ തട്ടിയെടുത്തോണ്ട് പോയിട്ട് അവസാന നിമിഷം എടി വേഗം ബാക്കിയടി ഇറങ്ങിപ്പോടാ എന്റെ വീട്ടിൽ നിന്ന്. അത് അവള് പറയട്ടെ. എനിക്ക് വേണ്ട. അതെ, ചതിക്കുകയായിരുന്നു നീ ഇത്ര നാളും. എന്നാ നീ ഒരു സത്യം കേട്ടു. ശരിക്കും പറഞ്ഞ ഇതൊന്നുമല്ല സംഭവിച്ചത്. സത്യമായിട്ടും എനിക്ക് ഞാൻ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തപ്പോ റിസൾട്ട് മാറിപ്പോയി. സത്യം ഞാൻ പറയുന്നത് നിങ്ങൾ ഒന്ന് കേൾക്കണം. അല്ല, വിശ്വസിച്ചേ മതിയാവും മോളെ. എന്താണെന്നറിയോ, അത് റിസൾട്ട് മാറിപ്പോയപ്പോ ഞാൻ മരിച്ചു പോകും, 2 മാസത്തിനുള്ളിൽ മരിച്ചു പോകുമെന്ന് പറഞ്ഞു. അപ്പോഴും എന്നെ സുരക്ഷിതമായ ഒരു കരങ്ങൾ ലയിപ്പിക്കാൻ വേണ്ടി ഈ പോങ്ങനയോട് ഞാൻ ഈ കെട്ടിക്കൊള്ളാൻ പറഞ്ഞു. സത്യം അതാ. റിസൾട്ട് നോക്ക് ചേട്ടായി. അപ്പൊ ഞാൻ സുരക്ഷിതമാക്കാൻ വേണ്ടി ഇവിടെ ഓക്കെ ആയി. ഇപ്പൊ ഒരു കുഴപ്പമില്ല. ഒരു കുഴപ്പമില്ല. മോളെ, അങ്ങനെ പെട്ടെന്നായപ്പോ എന്നോട് സ്നേഹം ഉണ്ടായിട്ടല്ലേ ഞാൻ അങ്ങനെ ചെയ്ത്. ഇനി അങ്ങനെ ചെയ്തില്ല. ഏത് പോലീസുകാരനും ഒരു അബദ്ധം പറ്റും. ഇനി ഇങ്ങനെ കാണിക്കരുത് കേട്ടോ. ഇല്ല, നമ്മൾ ഇഷ്ടപ്പെടുന്ന ആളെ അല്ല നമ്മൾ കെട്ടേണ്ടത്. മുറുക്ക് തന്നെയാണോ? അല്ല, ദേഷ്യം കടിച്ചമർത്തുകയായിരിക്കും. ഇപ്പൊ ഒരു കുരു ഇല്ലടാ. ഇനിയൊന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കണം. എന്തിനാ? നിനക്ക് എന്തോ അസുഖമുണ്ട്. അല്ലെങ്കിൽ നീ എന്നിട്ട് ഈ വട്ട് കളിപ്പിക്കത്തില്ലേ? ആ കൊച്ചിന്റെ പേരെന്തോ? ഗീതു. ഗീതുവുമായുള്ള കല്യാണം ഉറപ്പി. അതിൽ ഇത് പ്രധാന ഭാഗം. ഇതും കൂടെ ചേർത്ത് വെച്ചു. ഞാൻ എവിടെയാ കേട്ടിട്ടുണ്ട്. എന്നിട്ട് വീട്ടിൽ കല്യാണം മേടിക്കുമ്പോൾ നിനക്ക് മണിക്കാതോടെ 200 പെണ്ണ് കണ്ട്. അങ്ങനെ പെണ്ണ് കണ്ടപ്പോ എന്റെ അച്ഛന് ഷുഗർ വരെ വന്നതാ. ചായ കുടിച്ച് അങ്ങനെയാണ് ഞാനൊരു കല്യാണത്തിലേക്ക് എത്തിയത്. ഉത്തരത്തിരുന്ന് കിട്ടിയില്ല. താഴെ പോയെന്ന് അതെടുത്ത് കൊടുക്ക്. പറയുമ്പോ എന്തായാലും ലെജിബിൾ ആയിട്ട് വേണം. എന്തെങ്കിലും ജഡ്ജസിന് കിട്ടത്തോ. ഞാൻ ബോംബിട്ട് കത്തിച്ച് കൊല്ലടാ പട്ടി. അത് കിട്ടിയോ? ലെജിബിളായി. എന്റെ കല്യാണം കീറി കിടക്കണേ. അതെ, വീട്ടിൽ കിടന്ന് കരയുന്ന ഇറങ്ങി പാൻ പറ. അടിച്ചിറക്കേണ്ടത് അവനല്ല, നിങ്ങൾക്കാണ് നല്ലൊരു അടി വരേണ്ടത്. പല്ലൊരെണ്ണം പോയി, എന്നാലും വേണ്ടിയില്ല. ഇത് ഞാൻ അർഹിക്കുന്നതാണ്. തിരിഞ്ഞെന്നെ അവൻ എഴുന്നേറ്റ് വരുമ്പോ